4 വർഷം മുമ്പ് +2-ന് മീനങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സ്കൂളിൽ കിണർ കുഴിക്കുന്നതിനു വേണ്ടി പച്ച ഈർക്കിൽ ഉപയോഗിച്ച് പരമ്പരാഗത രീതിയിൽ സ്ഥാനനിർണ്ണയം നടത്തുന്നത് ഇൻസാഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇൻസാഫിന്റെ ഉള്ളിലെ ശാസ്ത്രജ്ഞൻ അന്നത് ഗൗരവമായി തന്നെ എടുത്തു. ഭൂമിക്കടിയിലെ ജലസാന്നിധ്യത്തിനനുസരിച്ച് ഈർക്കിൽ വളയുന്നതിന് പിന്നിലെ ശാസ്ത്രം അപഗ്രഥിച്ച് ഇൻസാഫ് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. തുടർന്നാണ് ഇൻസാഫ് വാട്ടർ സർവേയിംഗ് എക്യുപ്മെന്റ് വികസിപ്പിച്ചെടുത്തത്. ഭൂമിക്കുള്ളിലെ പ്രകമ്പനങ്ങൾ അതേ അനുപാതത്തിൽ മനുഷ്യ ശരീരത്തിൽ കാന്തിക തരംഗങ്ങളുണ്ടാക്കും. ഈ തരംഗങ്ങളെ ഗ്രഹിച്ച് വൈദ്യുതി തരംഗങ്ങളാക്കി മാറ്റി ജലസാന്നിധ്യം നിർണ്ണയിക്കുകയാണ് ഈ യന്ത്രം ചെയ്യുന്നത്. ജലനിരപ്പിന്റെ ആഴവും സ്വഭാവവും പ്രത്യേക സോഫ്റ്റ്വെയറിന്റെ സഹായത്താൽ കണക്കുകൂട്ടി ഡിജിറ്റൽ മീറ്ററിൽ രേഖപ്പെടുത്തും. ഭൂമിക്കുള്ളിലെ പാറയിടുക്കുകളിൽ സംഭരിക്കപ്പെടുന്ന വെള്ളം സഞ്ചരിക്കുന്ന വഴികൾ കണ്ടെത്താൻ ഈ യന്ത്രത്തിന് സാധിക്കും. ഉറവകളിലെ ദുർബല പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ഉരുൾപൊട്ടൽ സാധ്യതകൾ വിലയിരുത്തുവാൻ സാധിക്കുമെന്നതാണ് ഈ ഉപകരണത്തിന്റെ മറ്റൊരു ഉപയോഗമായി ചൂണ്ടിക്കാട്ടുന്നത്. ഭൂമിക്കൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. അത് ഭൂമിൻ്റെ ഉള്ളിലൂടെ വെള്ളം എപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിനെ കട്ട് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകുമ്പോൾ നേരെ മുകളിലേക്ക് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ആ EMF നമ്മൾ ഈ മീറ്റർ വെച്ച് ഡിറ്റക്റ്റ് ചെയ്യും. അതിൻ്റെ ഫോഴ്സും വേവ് ലെങ്ത്തൊക്കെ നോക്കിയിട്ടാണ് എത്ര അടിയിലാണ് ഈ വെള്ളം ഉള്ളതെന്നും അത് എത്ര അളവാണ് ഉള്ളതെന്നും നമ്മൾ കണ്ടെത്തുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ കേരളം, കർണാടകം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കുടിവെള്ളം കിട്ടാതെ വലഞ്ഞിരുന്ന വിവിധ പ്രദേശങ്ങളിലെ 5000-ഓളം കിണറുകൾക്കും കുഴൽക്കിണറുകൾക്കും ഇൻസാഫ് കൃത്യമായി സ്ഥാനനിർണ്ണയം നടത്തി. ഇതുവരെയും ഇൻസാഫിന്റെ നിഗമനങ്ങളൊന്നും തെറ്റിയിട്ടില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം ഉൾപ്പെടെ നിരവധി ഭൗമശാസ്ത്രജ്ഞന്മാരുടെ പിന്തുണയും തന്നെ തേടിയെത്തിയ അംഗീകാരങ്ങളുമാണ് ഇൻസാഫിന്റെ കരുത്ത്. ഭാവിയുടെ വാഗ്ദാനമായ ഈ കൊച്ചുമിടുക്കന് വാർത്തയ്ക്കപ്പുറം എല്ലാവിധ ആശംസകളും നേരുന്നു.